ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ അബ്ദുൾ റഹീം നാട്ടിലെത്തിയത് തന്നെയാണ് അല്ലേ. ഈ ഒരു പെരുന്നാൾ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അബ്ദുൾ റഹീമിന്റെ ഉമ്മ തന്നെയായിരിക്കും. പറയാൻ കാരണം 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ജയിൽ മോചിതനായിട്ട് ഇന്ന് അബ്ദുൾ റഹീം നാട്ടിലെത്തിയത്. 24-ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് പോയതാണ്. ആ വിഷയം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. 20 വർഷം ജയിലിൽ കിടന്നിട്ട് ഇന്ന് നാട്ടിലെത്തി. ആ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് അബ്ദുൾ റഹീം തലക്ക് കൈവെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും കണ്ടിട്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പക്ഷെ അബ്ദുൾ റഹീം ഒന്നും അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അല്ലേ. ആ വീട്ടിൽ വന്നപ്പോഴും ഉമ്മയും നാട്ടുകാരും കുടുംബക്കാരൊക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണല്ലേ. അബ്ദുൾ റഹീമിനോട് അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷകരമായ നിമിഷം തന്നെയാണിത് കേട്ടോ. എത്ര ആളുകളാണ് അവിടെ തടിച്ചു കൂടിയത് അല്ലേ. ആ വീട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അബ്ദുൾ റഹീമിന് പുറത്തേക്ക് ഇറങ്ങാനാവുന്നില്ല. അത്രയും ആളുകൾ അബ്ദുൾ റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇതില് എനിക്ക് അബ്ദുൾ റഹീം ഇവിടെ എത്താൻ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബോച്ചയോട് തന്നെയാണ് കേട്ടോ. ആ ബോച്ച മുമ്പിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്താൻ കാരണം. ജനങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യത്തും ലോകമെമ്പാടുള്ള ആളുകൾ ഒന്നടങ്കം സഹായിച്ചത് കൊണ്ട് തന്നെയാണ് റഹീം ഇവിടെ എത്തിയത്. പക്ഷെ അതില് മുൻകൈ എടുത്ത് മുമ്പോട്ട് നിന്നത് നമ്മുടെ ബോച്ച തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട് മുന്നിട്ട് ഇറങ്ങാൻ സാധിച്ചതിൽ. പക്ഷെ ഞാൻ ഇറങ്ങിയോണ്ട് മാത്രമല്ല എല്ലാവരും മലയാളികൾ സഹകരിച്ച് ഒരുമിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു. ഇവിടുത്തെ റഹീം നിയമസഹായ കമ്മിറ്റി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഇത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി 40 കോടി രൂപയിലധികം പിരിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലോകത്ത് ആദ്യമായിരിക്കും. അതിൽ സന്തോഷമുണ്ട്. ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് നമ്മൾ എല്ലാവരും കൂടെ പാലിക്കുകയാണ്. ഞാൻ മാത്രമല്ല എല്ലാവരും കൂടെ പാലിക്കുകയാണ്. ജീവനോടുണ്ടോ?